കോതമംഗലം മലയിൻകീഴിൽ പ്രവർത്തിച്ചിരുന്ന ഇറച്ചിക്കട മുനിസിപ്പൽ അധികൃതർ അടച്ചുപൂട്ടി. പ്രവർത്തനം അനധികൃതമായിരുന്നതും മാലിന്യം ജലസ്രോതസ്സുകളിലേക്കുൾപ്പെടെ ഒഴുക്കിയിരുന്നതും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നതുമാണ് നടപടിക്ക് കാരണമെന്ന് മുനിസിപ്പൽ അധികൃതർ വ്യക്തമാക്കി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നെല്ലിക്കുഴിയിൽ നടന്ന ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ പേരിലുള്ള പ്രതികാര നടപടിയാണിതെന്ന് ഉടമ ആരോപിച്ചു. മലയൻകീഴിന് സമീപം ബൈപ്പാസ് റോഡിനോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ബിസ്മില്ല ബീഫ് സ്റ്റാളിനെതിരെയാണ് മുനിസിപ്പാലിറ്റിയുടെ നടപടിയുണ്ടായത്. അനധികൃതമായാണ് ഇറച്ചിക്കട പ്രവർത്തിച്ചിരുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV തോമസിന്റെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥരെത്തിയത്. ഈ സമയത്ത് കട ഭാഗികമായി അടച്ചിട്ട നിലയിലായിരുന്നു. ഉടമ നെല്ലിക്കുഴി സ്വദേശി ഷംസുദ്ദീൻ മരീക്കാമറ്റവും ജീവനക്കാരും സ്ഥലത്തുണ്ടായിരുന്നില്ല. വിൽപ്പനയ്ക്കായുള്ള ഇറച്ചി കടയിലുണ്ടായിരുന്നു. കശാപ്പിനായി കൊണ്ടുവന്ന പോത്തുകളെ പരിസരത്ത് കെട്ടിയിട്ടിരുന്നു. സ്ഥാപനം സീൽ ചെയ്ത ശേഷം ഉദ്യോഗസ്ഥർ നോട്ടീസ് പതിപ്പിച്ചു. പിന്നീട് സ്ഥലത്തെത്തിയ ഉടമയ്ക്ക് കടയിൽ നിന്നും ഇറച്ചി മാറ്റാനുള്ള അനുമതി നൽകി. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചതിനൊപ്പം മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കുന്നതുൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലാണ് കട പ്രവർത്തിച്ചിരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ ഗുരുക്കളെ എല്ലാം ഇവിടെ വെട്ടി അറുത്ത് ഇതിവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഈ മാലിന്യം മുഴുവൻ ഇതിൻ്റെ തൊട്ട് പുറകിൽ ഒരു ഓടയുണ്ട്. ആ ഓടയിലേക്കാണ് ഇവർ ഒഴുക്കുന്നത്. ആ ഓട എന്ന് പറഞ്ഞാൽ സെൻറ് അഗസ്റ്റിൻ സ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന 2000-ഓളം കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂളിൻ്റെ ഒരു കിണറുള്ളത് ഇതിൻ്റെ തൊട്ടടുത്താണ്. ആ കിണറ്റിലേക്കാണ് ഇതിൻ്റെ മാലിന്യം മുഴുവൻ ചെന്ന് ചേരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കോഴിപ്പള്ളി പുഴയിലേക്കും ചെന്ന് ചേരുന്നത്. തന്റെ സ്ഥാപനത്തിനെതിരെയുള്ള നടപടി രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ഉടമ ഷംസുദ്ദീന്റെ ആരോപണം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നെല്ലിക്കുഴിയിൽ കോൺഗ്രസ് നേതാവ് അലി പടിഞ്ഞാറേച്ചാലിക്ക് മർദ്ദനമേറ്റ സംഭവത്തെ തുടർന്ന് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ താൻ പങ്കെടുത്തിരുന്നുവെന്നും അതിന്റെ പേരിൽ CPMന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രതികാര നടപടിയാണ് ഇതെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മറ്റ് നിരവധി ഇറച്ചിക്കടകൾ പ്രവർത്തിക്കുന്നതും ലൈസൻസ് ഇല്ലാതെയാണ്. എല്ലാവർക്കെതിരെയും നടപടിയെടുക്കേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. മുനിസിപ്പാലിറ്റിക്ക് കീഴിൽ ഏകദേശം 30ഓളം ബീഫ് സ്റ്റാളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്കെതിരെ ഒരു നോട്ടീസ് കൊടുക്കുകയോ ഒരു നടപടി എടുക്കുകയോ ചെയ്യാത്ത മുനിസിപ്പാലിറ്റിയുടെ ഭരണകൂടം ഇവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് എൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ വന്നേക്കുന്നത്. എനിക്കെതിരെ ഇപ്പോൾ എടുക്കുന്ന ഈ നടപടി കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ ജാഥയുമായിട്ട് ബന്ധപ്പെട്ട് നെല്ലിക്കുഴിയിലെ പൊതുപ്രവർത്തകൻ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറേച്ചാലിയും സഹപ്രവർത്തകരെയും അതിക്രൂരമായി തെരുവിലിട്ട് മർദ്ദിക്കുന്ന സാഹചര്യം നമ്മൾ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ നെല്ലിക്കുഴിയിൽ ആ പ്രതിഷേധത്തിൽ പങ്കുചേർന്നതാണ്. എനിക്കെതിരെയുള്ള ഈ പ്രതികാര നടപടി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നത്. KCV ന്യൂസ് കോതമംഗലം.